ബാർ മാഗ്നറ്റ് എവിടെ ആയിരിക്കുന്നത് യൂണിഫോം ഫീൽഡിൽ കൊണ്ടുവെക്കാൻ പോവുകയാണ്. ബാർ മാഗ്നറ്റ് നമ്മൾ യൂണിഫോം ഫീൽഡാണ്. യൂണിഫോം ഫീൽഡിൽ ആരെ കൊണ്ടുവെക്കാൻ പോവുകയാണ്? ബാർ മാഗ്നറ്റിനെ കൊണ്ടുവെക്കാൻ പോവുകയാണ്. സോ ബാർ മാഗ്നറ്റ് എവിടെയാണ് ഇരിക്കുന്നത്? യൂണിഫോം ഫീൽഡിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. സോ നമ്മുടെ ബാർ മാഗ്നറ്റ് ആണ്. ഈ ബാർ മാഗ്നറ്റ് നമ്മൾ എന്താണ് യൂണിഫോം ഫീൽഡിൽ കൊണ്ടുവെക്കാൻ പോവുകയാണ്. കണ്ടോ, യൂണിഫോം ഫീൽഡിൽ കൊണ്ടുവച്ചു. അങ്ങനെയെങ്കിൽ നമുക്കറിയാം ഇവിടെ സൗത്ത് അല്ലെങ്കിൽ ഇവിടെ -m, ഇവിടെ +m, ഇവയ്ക്ക് ഇടയിലുള്ള അകലമാണ് 2l എന്ന് പറയുന്നത്. 2l എന്താണ് മക്കളെ? രണ്ട് പോളുകൾക്കിടയിലുള്ള അകലമാണ് അല്ലേ? ശരി, ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് യൂണിഫോം ഫീൽഡ് ആണ് ബി എന്ന് പറയുന്നത്. ബി എന്താണ്? യൂണിഫോം ഫീൽഡ് ആണ്, പുറത്തുള്ള എക്സ്റ്റേണൽ ഫീൽഡ് ആണ്. ഈ ആംഗിൾ ആണ് തീറ്റ എന്ന് പറയുന്നത്. തീറ്റ എന്ന് പറയുന്നത് ഫീൽഡും അതുപോലെ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റും ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് തീറ്റ എന്ന് പറയുന്നത്. സോ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ പഠിച്ച സെയിം ഇക്വേഷൻസ് ഇവിടെയും അപ്ലൈ ചെയ്യാം. ഇലക്ട്രോസ്റ്റാറ്റിക്സ് നമ്മൾ പഠിച്ച സെയിം ഇക്വേഷൻസ് ഇവിടെ അപ്ലൈ ചെയ്യാം. നമ്മൾ എന്തൊക്കെ ഇക്വേഷൻ പഠിച്ചേ? അവിടെ നമ്മൾ പറഞ്ഞു നെറ്റ് ഫോഴ്സിന്റെ വാല്യൂ, ഇതിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സിന്റെ വാല്യൂ എത്ര മക്കളെ? 0 ആയി പോകും. സോ ഇവിടെയാണെങ്കിൽ എത്രയാണോ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് അത്രയും ഫോഴ്സ് ഇവിടെയും ആക്ട് ചെയ്യുന്നുണ്ട്. സോ നെറ്റ് ഫോഴ്സിന്റെ വാല്യൂ എന്തായി മാറും മക്കളെ? 0 ആയിട്ട് മാറും. സോ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താണ്? നമ്മൾ നേരത്തെ പഠിച്ചതാണ് QE എന്നാണ് പഠിച്ചല്ലേ? ഇവിടെ പഠിക്കണം F മാഗ്നറ്റിക് വിച്ച് ഈസ് ഈക്വൽ ടു Q ന് പകരം പറയണം പോൾ സ്ട്രെങ്ത്, E ക്ക് പകരം പറയണം B. സോ MB എന്ന് പറയും. സോ ഇവിടുത്തെ MB എത്രയാണോ അത്രയും MB എവിടെയും ആക്ട് ചെയ്യുന്നുണ്ട്, ഇവിടെയും ആക്ട് ചെയ്യുന്നുണ്ട്. സോ നെറ്റ് ഫോഴ്സിന്റെ വാല്യൂ എത്രയും മാറും മക്കളെ? 0 ആയിട്ട് പോകും. ശരി, അടുത്തതാണ് ടോർക്ക്. നമുക്കറിയാം ടോർക്കിന്റെ ഇക്വേഷൻ എന്താണ്? ടോർക്ക് വിച്ച് ഈസ് ഈക്വൽ ടു PE sin θ ആണ്. അങ്ങനെയെങ്കിൽ ഇവിടെ ടോർക്കിന് പകരം പറയണം P ക്ക് പകരം പറയണം M എന്ന് പറയണം. M എന്താണ്? മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ്. E ക്ക് പകരം പറയണം B എന്ന് പറയണം sin θ. ടോർക്ക് വിച്ച് ഈസ് ഈക്വൽ ടു MB sin θ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ശരിയല്ലേ? അടുത്തത് പൊട്ടൻഷ്യൽ എനർജി വിച്ച് ഈസ് ഈക്വൽ ടു -mb cos θ. കാര്യം എന്താണ്? നമ്മൾ പൊട്ടൻഷ്യൽ എനർജി പഠിച്ച എങ്ങനെയാണ്? ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ പൊട്ടൻഷ്യൽ എനർജി പഠിച്ച എങ്ങനെയാണ്? പൊട്ടൻഷ്യൽ എനർജി വിച്ച് ഈസ് ഈക്വൽ ടു -PE cos θ. ഇവിടെ പറയണം -mb cos θ. ശരിയാണോ? അടുത്ത വർക്ക് വിച്ച് ഈസ് ഈക്വൽ ടു നമ്മൾ അവിടെ പഠിച്ച എന്താണ്? mb cos PE, അവിടെ പഠിച്ച എന്താണ്? PE cos θ1 minus cos θ2. ഇവിടെ അതിന് പകരം പറയണം വർക്ക് വിച്ച് ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി mb cos θ1 മൈനസ് cos θ2. മനസ്സിലായോ? സോ ഇലക്ട്രോസ്റ്റാറ്റിക്സിന് സമാനമായ ഇക്വേഷൻസ് എവിടെയും ഉണ്ട്, മാഗ്നറ്റിക്സിലും ഉണ്ട്. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിന്റെ അനലോഗ് ആണ് ആക്ച്വലി ഇത് അല്ലേ? പകരക്കാരനാണ് ഇവിടെ ഉള്ളത്. മനസ്സിലായോ മക്കളെ? അവിടെ പഠിച്ച അതേ പ്രോബ്ലം, അതേ ടൈപ്പ് പ്രോബ്ലം ഇവിടെയും ഉണ്ട്, ഒരു വ്യത്യാസവുമില്ല. അതുപോലെ നമ്മൾ അവിടെ പറഞ്ഞു ടൈം പീരീഡ്. ഒരു ഡൈപോളിനെ ആണെങ്കിൽ നമ്മൾ ആട്ടി വിട്ടാൽ കടന്ന് ഓസിലേറ്റ് ചെയ്യും. പറഞ്ഞതേ ഓസിലേറ്റ് ചെയ്യും. ശരിയല്ലേ? സിമ്പിൾ ഹാർമോണിക് മോഷൻ കാണിക്കും. അതിന് ടൈം പീരീഡ് വിച്ച് ഈസ് ഈക്വൽ ടു നമ്മൾ അവിടെ ഇക്വേഷൻ പറഞ്ഞാൽ മക്കളെ ടൈം പീരീഡ് വിച്ച് ഈസ് ഈക്വൽ ടു 2π √I ഡിവൈഡ് ബൈ MB എന്നല്ലേ പറഞ്ഞേ? P എന്നല്ലേ പറഞ്ഞേ? P. ഇവിടെ പറയണം ടൈം പീരീഡ് വിച്ച് ഈസ് ഈക്വൽ ടു 2π √I ഡിവൈഡ് ബൈ P ക്ക് പകരം പറയണം MB എന്ന് പറയണം. P ക്ക് പകരം പറയണം MB എന്ന് പറയണം. I എന്താണ്? മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ്. I എന്താ മക്കളെ? മൊമെന്റ് ഓഫ് ഇനർഷ്യ. ഇത് റോഡാണ്. എന്താണ് ആക്ച്വലി? ഒരു റോഡാണ് അല്ലെങ്കിൽ ബാർ ആണ്. ബാർ ആയതുകൊണ്ട് അത് ഒരു ബാർ മാഗ്നറ്റ് ആയതുകൊണ്ട് നമുക്ക് മൊമെന്റ് ഓഫ് ഇനർഷ്യയുടെ ഇക്വേഷൻ പറയാം മാസ് ഇൻടു ലെങ്ത് സ്ക്വയർ ഡിവൈഡ് ബൈ 12. സോ ML സ്ക്വയർ ഡിവൈഡ് ബൈ 12. ഇവിടെ എല്ലാം M ആയതുകൊണ്ട് കൺഫ്യൂഷൻ ആവും. അതുകൊണ്ട് എങ്ങനെ എഴുതിയത്? I വിച്ച് ഈസ് ഈക്വൽ ടു മാസ്, ഇതിന്റെ മാസ് ഇൻടു ലെങ്തിന്റെ സ്ക്വയർ, ഈ ലെങ്തിന്റെ സ്ക്വയർ ഡിവൈഡ് ബൈ 12. നമുക്ക് ആരെ കിട്ടും? മൊമെന്റ് ഓഫ് ഇനർഷ്യ കിട്ടും. മൊമെന്റ് ഓഫ് ഇനർഷ്യ ഇട്ട് കൊടുക്കുക. M ന്റെയും P ന്റെയും വാല്യൂ ഉണ്ടെങ്കിൽ നമുക്ക് ആരെ കിട്ടും മക്കളെ? ടൈം പീരീഡിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. സിമ്പിൾ അല്ലേടാ?